ഇപ്പോൾ ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു വീഡിയോ രതീഷിൻ്റെ എവിക്ഷനെ പറ്റി ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മളത് ചെയ്തത് കൂടുതൽ. അതിൽ നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല രതീഷ് പറഞ്ഞിരിക്കുന്നത്. രതീഷ് പറഞ്ഞിരിക്കുന്നത് ഈ നടന്ന സംഭവങ്ങളെല്ലാം രതീഷ് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ചെയ്ത ഒരു ഗെയിം പ്ലാനിൻ്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. ശരിക്കും അത് കേട്ടപ്പോഴാണ് ശരിക്കും നമ്മൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാര്യം ഏഷ്യാനെറ്റിൻ്റെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് അത്. എല്ലാ നമ്മുടെ മുൻ സീസണുകളിൽ ഒരാൾക്കാരെ എവിക്റ്റഡ് ആകുമ്പോൾ ഏഷ്യാനെറ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പ്രേക്ഷകർ എന്തൊക്കെയാണ് പറയുന്നത് അതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ട് ആൻസർ പറയിപ്പിക്കുന്ന രീതിയാണ്. അങ്ങനൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രതീഷ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കത് കണ്ടപ്പോൾ ഇത്രയും ഗെയിം പ്ലാനിങ്ങോടുകൂടി നിന്നൊരാൾ പെട്ടെന്ന് എവിക്റ്റഡ് ആയെന്ന് പറയുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് അത്രയും പ്ലാൻ ഉണ്ടായിരുന്നുള്ളതാണ് നമ്മളിപ്പോൾ എന്നെപ്പോലുള്ള പ്രേക്ഷകർക്ക് ഏറ്റവും ഒരു വിഷമം തോന്നിക്കുന്നത്. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് പോകരുതായിരുന്നു. അപ്പോൾ ഇത്രയും ഫസ്റ്റ് ഡേ തുടങ്ങി ഇത്രയും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു പേരെടുത്ത ഒരാൾ, എത്ര ഒരു ഓളം ഉണ്ടാക്കിയ ഒരാൾ, അത് നിസ്സാര ഒരു സംഭവമല്ലത്. പല ആൾക്കാരും എന്താണ് നടക്കുന്നത്, എന്താണ് അറിയണതിന് മുന്നേ തന്നെ രതീഷിൻ്റെതായ ഒരു സിസ്റ്റം വെച്ചിട്ട് തന്നെ ആൾക്കാർ ഇതാണ് ബിഗ് ബോസ് എന്നൊരു അസസ്മെൻറ്റിലേക്ക് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും, അതിനകത്തുള്ള ആൾക്കാർ പോലും. അപ്പോൾ അത്രയും പുള്ളി പറഞ്ഞിരിക്കുന്ന ഇറിറ്റേഷൻ ക്യാരക്ടർ, നമ്മളെല്ലാവരും പറയുന്ന ഇറിറ്റേഷൻ, ചൊറിച്ചിൽ, വെറുതെ സൗണ്ട് ഉണ്ടാക്കുന്നു, ഇതൊക്കെ ഒരു കണ്ടന്റിൻ്റെ അദ്ദേഹം ഈ ഗെയിമിനെ മുന്നേക്ക് കൊണ്ടുപോകണ എങ്ങനെയാണെന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെതായ ഒരു അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഔട്ട്പുട്ടാണ് ഈ കണ്ടതെല്ലാം. അപ്പോൾ അത്രയും ഒരു ക്രിയേറ്റീവായിട്ട് നിന്നൊരാൾ, അത്രയും ആക്റ്റീവായിട്ട് നിന്നൊരാൾ. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിന് പോകണമെന്നുണ്ടായിരുന്നു, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി, എനിക്ക് അതൊക്കെ പുള്ളി ചിന്തിച്ചത് ഈ പോകുന്ന റൂട്ടെല്ലാം കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു എലക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു നോമിനേഷനിലേക്ക് വരുമ്പോൾ വോട്ടിങ് കിട്ടിയ ആൾക്കാർ സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രേക്ഷകരുടെ മനസ്സറിയാൻ പറ്റും. അതൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ ഇതിപ്പോൾ പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ശരിക്കും ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത ഒരാൾ, ബിഗ് ബോസിന് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ഒരാൾ കൂടെ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ബിസിനസ് നോക്കിയാൽ പോലും പുള്ളി ഇത്രയും കാര്യങ്ങൾ ഈ ഒരു 1 വീക്ക് കൊണ്ട് ഇത്രയും ഓളം ഉണ്ടാക്കിയ ഒരാൾ ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണിൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇത്രയും സീസൺ ആയതുകൊണ്ട് കുറേ എക്സ്പീരിയൻസ് വാച്ച് ചെയ്ത് ആകാം, അതും എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇത്രയും ഒരു 1 വീക്ക് കൊണ്ട് ഇത്രയും ഒരു വലിയൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബിഗ് ബോസ് പോലും പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ലെന്ന് തോന്നുന്നു രതീഷിൻ്റെ കാര്യത്തിൽ. എത്രയോ കണ്ടന്റുകൾ ക്രിയേറ്റ് ആയി, ജയിലിൽ വരെ പോയി, അതൊരു കണ്ടന്റ് അല്ലേ. പിന്നെ എത്ര കാര്യങ്ങൾ അവിടെ നടന്നു. അപ്പോൾ ഇത് വലിയ സംഭവം തന്നെയായിരുന്നു. പുള്ളിനെ പുറത്താക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ തിരിച്ചു വിളിക്കുമോ. എനിക്ക് വേറെ സംശയമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിൽ മാറ്റിപ്പിടിച്ചാലോ എന്ന് ബിഗ് ബോസ് എണ്ണം പറയുന്നതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരാളെ നമ്മൾ പുറത്താക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോ വീഡിയോ ഇറക്കുന്നു, അയാളെ സ്വാഭാവികമായിട്ടും പുറത്താക്കുന്നില്ല. അഖിൽമാരാരും അങ്ങനെയുള്ള പലരെയും കണ്ടതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഇത്രയും പ്രശ്നങ്ങളിലേക്ക് വരുമ്പോഴാണ് അത് പുറത്താക്കുന്നത്. അത് തുടക്കത്തിലൊന്നും അത് ചെയ്യാറുമില്ല. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താനായിട്ട് ഞങ്ങൾ ആരെയും നോക്കുന്നില്ല, സംഭവം ഓക്കെ അല്ലെങ്കിൽ പുറത്തടിക്കുന്നു. അതാണോ മാറ്റി പിടിച്ചാലെന്ന് ഉദ്ദേശിച്ചത്? അതോ ഇതേപോലെ ഒരു വീഡിയോ, ഒരാളെ എവിക്റ്റഡ് ആകുമ്പോൾ അയാളുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്, അത് പോയതിന് ശേഷമായിരിക്കും അത് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കൺഫേംഡ് ആണ്. അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പോയെന്നുള്ളത് തന്നെയാണ്. പിന്നെ അതിന് വേറൊരു വാദമോ അഭിപ്രായങ്ങളൊന്നും ഇല്ല അവിടെ. അപ്പോൾ അങ്ങനെ ഒരു കൺഫർമേഷൻ ഇവിടെ ഇപ്പോൾ വീഡിയോയിലൂടെ കൊടുത്തിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാണ്. അതാണോ ഇനി മാറ്റിപ്പിടിച്ചാലെന്ന് ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ. രതീഷിൻ്റെ ഇത്രയും പ്ലാനിങ്ങുകൾ കണ്ടപ്പോൾ വേണ്ടായിരുന്നു തോന്നി. അദ്ദേഹം പുറത്ത് പോകേണ്ടതായിരുന്നില്ല. ആ പ്ലാനിങ്ങൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഒന്നുകൂടി അങ്ങോട്ടൊരു അവസരം കൊടുക്കായിരുന്നു അല്ലേ. എത്ര വീഡിയോയിൽ ഞാൻ തന്നെ പറയുന്നു, അവസരം കൊടുക്കൂ.